അതിശ്രേഷ്ഠമായ ആശുറയുടെ പവിത്രമായ നിമിഷങ്ങളിലൂടെയാണ് നാം കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധമായ സുദിനത്തിൽ നാം നിർവഹിച്ചിരിക്കുന്ന നോമ്പും ചെയ്തുകൊണ്ടിരിക്കുന്ന അനുബന്ധ കർമ്മങ്ങളും നന്മകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്നും ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നാം നിർവഹിക്കുന്ന ജമാഅത്ത് ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ സർവ്വതും സർവശക്തനായ തമ്പുരാൻ നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം ആഫിയത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന അതുല്യമായ ഒരു സുദിനമാണ് ആശുറ അഥവാ മുഹറം 10 എന്ന സുദിനം. ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസം കൂടിയാണ് ആശുറ. മനുഷ്യകുലത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന അബൂന അബുൽ ബശർ സയ്യിദുന ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് മുഹറം 10-നാണ്. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്രവേശനം നൽകിയത് മുഹറം 10-നാണ്. വഖ്ബതഹു അല്ലാഹു ഇലൽ അർളി യൗമ ആശുറാ. ആശുറയുടെ സുദിനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന ആദം അലൈഹിസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഈ ഭൂമിലോകത്തേക്ക് അല്ലാഹു അയച്ചത്. വഫീഹി താബല്ലാഹു അലാ ആദം. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചത് മുഹറം 10-നാണ്. ഒരുപാട് അമ്പിയാക്കൾക്ക് സന്തോഷമുണ്ടായ സുദിനം കൂടിയാണ് ആശുറയുടെ സുദിനം അഥവാ നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ മുഹറം 10-ന്റെ ഈ നിമിഷങ്ങൾ ഒരുപാട് അമ്പിയാക്കൾക്ക് സന്തോഷമുണ്ടായ സുദിനമാണ്. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുന്നതമായ സ്ഥാനം നൽകി ആദരിച്ചത് മുഹറം 10-നാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്ത് അസ്റായീലിനെ സൗഹൃദ ബന്ധത്തിന് വേണ്ടി അയക്കുന്നത് താരീഖിലുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ഒരു ദിവസം കഴിയുന്നുണ്ട്. ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം അസ്റായീൽ അലൈഹി ഇസ്ലാമും ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമും തമ്മിലുള്ള സംഭാഷണത്തിൽ ഇദ്രീസ് നബി ചോദിച്ചു, അസ്റായീലെ, എനിക്ക് മരണത്തെ ഒന്ന് അറിയേണ്ടതുണ്ട്, മരണവേദന എനിക്ക് അറിയേണ്ടതുണ്ട്, നിങ്ങളൊന്ന് കാണിച്ചു തരുമോ? അസ്റായീൽ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ സമ്മതം വാങ്ങിയിട്ട് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ റൂഹ് വലിച്ചെടുക്കുകയാണ്. പിന്നീട് തിരിച്ചു റൂഹ് വെച്ചു കൊടുക്കുകയാണ്. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മരണവേദന എന്ന്. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം പറയുകയാണ്, കാലിന്റെ തള്ളവിരലിൽ നിന്ന് മൂർധ വരെ തൊലി ഇങ്ങനെ ഉലിഞ്ഞ് വലിച്ച് പറിച്ചെടുക്കുന്ന വേദനയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അസ്റായീലെ എന്ന്. അസ്റായീൽ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും മൃദുലമായ രീതിയിലാണ് അങ്ങയുടെ റൂഹിനെ ഞാൻ പിടിച്ചത് എന്ന്. ചുരുക്കി പറയട്ടെ, പിന്നീടുള്ള സംഭാഷണത്തിൽ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം സ്വർഗം കാണാൻ താല്പര്യപ്പെടുകയാണ്. എനിക്ക് സ്വർഗം ഒന്ന് കാണണം, അസ്റായീലിനോട് ആവശ്യപ്പെടുന്നു. അസ്റായീൽ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. സ്വർഗം കണ്ടപ്പോൾ പിന്നെ സ്വർഗത്തിലേക്ക് കടക്കാൻ താല്പര്യമായി. സ്വർഗത്തിലേക്ക് ഒന്ന് കടക്കാൻ അനുവാദം വാങ്ങണം. വീണ്ടും അള്ളാഹുവിനോട് അസ്റായീൽ അലൈഹിസ്സലാം ചോദിച്ചു. അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ പ്രവേശിച്ചു. സ്വർഗത്തിന്റെ അനുഭൂതികൾ കണ്ട് അസ്റായീൽ അലൈഹിസ്സലാം തിരിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ഇദ്രീസ് നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാളും പിന്നെ തിരിച്ചു പുറത്തേക്ക് പോകാറില്ല എന്നാണ് എനിക്ക് അള്ളാഹു നൽകിയ ഏടിൽ അള്ളാഹു പഠിപ്പിച്ചത്. ഞാൻ ഇനി പുറത്തേക്ക് വരില്ല എന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടുന്ന് മറുപടി പറഞ്ഞു. ഇന്ന് സ്വർഗത്തിൽ കഴിയുന്ന നബിയാണ് സയ്യിദുന ഇദ്രീസ് നബി അലൈഹിസ്സലാം. വഫീഹി വുലിദ കലീമുല്ലാഹി ഈസ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം മഹാത്ഭുതമല്ലേ? പിതാവില്ലാതെ ജനിച്ച മഹാനല്ലേ കലീമുല്ലാഹി ഈസ അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവരുടെ ജനനമുണ്ടായത് മുഹറം 10-നാണ്. മുഹറം 10-ന്റെ ദിവസമാണ്. 33 വയസ്സായപ്പോ ബഹുമാനപ്പെട്ടവരുടെ വീടിന് ചുറ്റും പിലാത്തോസിന്റെ പട്ടാളം വീട് വളഞ്ഞു ബഹുമാനപ്പെട്ടവരെ പിടികൂടാൻ നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തലേ ദിവസമാണ് ഈ പട്ടാളം വന്ന് വീട് വളഞ്ഞത്. ഇസ്കാരിയോ തൊയോദ എന്ന ആളുടെ
മുഖത്ത് ശബീഹം ബിവജ്ഹി മൂസ നബി ശബീഹം ബിവജ്ഹി ഈസ നബി അലൈഹിസ്സലാമിന്റെ മുഖ സാദൃശ്യത അദ്ദേഹത്തിന് കൊടുക്കുകയും പ്രഭാതമായപ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനെ വാനലോകത്തേക്ക് ഉയർത്തുകയും ചെയ്തു. പട്ടാളം പിടികൂടിയത് ഈസാ നബിയുടെ മുഖസാദൃശ്യം അള്ളാഹു കൊടുത്ത മനുഷ്യനെയാണ്. ഈസാ നബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തേക്ക് ഉയർത്തിയത് മുഹറം 10-നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വഅഖ്റജ നൂഹൻ മിനസ് സഫീന, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടതും ബഹുമാനപ്പെട്ടവരും അനുയായികളും കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടതും മുഹറം 10-നാണ്. നൂഹ് നബി അലൈഹിസ്സലാം നമുക്കറിയാം 950 വർഷം പ്രബോധനം ചെയ്തു. അവസാനം അള്ളാഹുവിനെ വിളിച്ചു പറഞ്ഞു, പടച്ചോനെ അന്നീ മഗ്ലൂബുൻ, എന്റെ തോൽവി, എന്റെ പരാജയത്തെ ഞാൻ സമ്മതിക്കുകയാണ്. അല്ലാഹ്, എന്നെ കൊണ്ട് ഇവരെ നന്നാക്കാൻ കഴിയില്ല പടച്ചോനെ. ഫൻതസിർ, അല്ലാഹുവേ നീ ഇടപെടണം, നീ സഹായിക്കണം. ഫഫതഹ്നാ അലൈഹിം അബ്വാബസ് സമാ, വാനകവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നിട്ടു. ആകാശത്തിന്റെ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നിട്ടു. ബിമാഇൻ മുൻഹമിർ, കുത്തിയൊലിക്കുന്ന വെള്ളവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ വാതിലുകൾ തുറന്നുവെന്ന് സൂറത്തുൽ ഖമറിന്റെ ആയത്തുകളിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ശക്തമായ മഴ. വഫജ്ജർനൽ അർള ഉയൂനാ, ഭൂമിയിൽ ഉറവകൾ ഒഴുകുകയുമുണ്ടായി. അപ്പൊ ഭൂമിയിലും വെള്ളം, ആകാശത്തു നിന്നും ശക്തമായ മഴ വർഷിച്ചു. ഫൽതഖൽ മാ, രണ്ട് വെള്ളവും സംഗമിച്ചു. ആകാശത്തു നിന്ന് കോരിച്ചൊരിയുന്ന മഴയും ഭൂമിയിൽ ഉറവകളായി ഒഴുകുന്ന വെള്ളവും രണ്ടും സംഗമിച്ചു. മഹാപ്രളയമുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ പറഞ്ഞിരുന്നു, വെള്ളം കൊണ്ടാണ് ഇവരെ ശിക്ഷിക്കുക എന്ന്. ബഹുമാനപ്പെട്ടവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് മരുഭൂമിയുടെ ഒരു മധ്യഭാഗത്തായിട്ടാണ്. അവിടെ ആ അടുത്തൊന്നും കപ്പൽ ഇറക്കാനുള്ള അത്രമാത്രമുള്ള ഒരു നദിയോ കടൽ തീരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു. കപ്പൽ ഉണ്ടാക്കിയതും ഈ മരുഭൂമിയുടെ ഏകദേശം മധ്യഭാഗത്താണ്. അറിയപ്പെട്ട 2 നദികൾ ഉണ്ടായിരുന്നത്, ഒന്ന് യൂഫ്രട്ടീസും മറ്റൊന്ന് ടൈഗ്രീസുമാണ്. യൂഫ്രട്ടീസിൽ ഏകദേശം 90 കിലോമീറ്ററുകളോളം യാത്ര ചെയ്യണം. ടൈഗ്രീസിലേക്കാണെങ്കിൽ ഏകദേശം 100-ലേറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം. ഈ കപ്പൽ ഇറക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത അവസരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കൽപ്പിച്ചത്. അവസാനം അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ ഈ ശിക്ഷയുടെ വിഷയം അറിയിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നുണ്ട്, എപ്പോഴാ തമ്പുരാന് ശിക്ഷ ഇറങ്ങുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നൂഹേ, നിന്റെ ഭാര്യ രാവിലെ റൊട്ടി ചുടുന്ന സമയത്ത് നീ ആ അടുപ്പിന്റെ അടുത്തിരിക്കണം. നാദിറൻ ഇലാ തന്നൂരിഹ, ആ അടുപ്പിലേക്ക് നീ ഇങ്ങനെ നോക്കിയിരിക്കണം. ഇദാ നബഅൽ മാഉ മിൻ തന്നൂരിഹ, അടുപ്പിൽ നിന്ന് ഉറവ പൊട്ടിക്കഴിഞ്ഞാൽ, വെള്ളം വരുന്നത് നീ കണ്ടു കഴിഞ്ഞാൽ, ഫഖ്റുജ്, ഉടനെ വിട്ടോളണം. പിന്നെ ചായം കടിയും തിന്നാൻ നിൽക്കരുത്, ഓടിപ്പോകണം, കപ്പലിൽ കയറണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഇതേ വിഷയം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട്, ചുരുക്കം വരുന്ന 80ഓളം അനുയായികൾ മാത്രമാണെന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചത്. ബഹുമാനപ്പെട്ടവർ ആ അനുയായികളോടും ഇതേ വിഷയം പറഞ്ഞു, ഞാൻ എപ്പോ പറയുന്നു ഉടനെ നിങ്ങൾ കപ്പലിൽ കയറണമെന്ന്. അങ്ങനെ ഒരു ദിവസം വെള്ളം കാണുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമും അനുയായികളും മറ്റു ജീവജാലങ്ങളിൽ പലതും ഈ കപ്പലിൽ കയറി അങ്ങനെ മഹാപ്രളയത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ദുൽഹിജ്ജ 1-നാണ് ഈ ശിക്ഷ അള്ളാഹു ഇറക്കിയത്. 40 ദിവസം കപ്പലിൽ യാത്ര ചെയ്ത അവസാനം ജൂദി പർവ്വതത്തിൽ കപ്പൽ നങ്കൂരമിട്ടു. 40 ദിവസം എന്ന് പറയുമ്പോൾ ദുൽഹിജ്ജയുടെ 30 ദിവസം. ദുൽഹിജ്ജ കഴിഞ്ഞു, പിന്നത്തെ മാസം മുഹറമാണ്. 40-ന്റെ ബാക്കി 10, മുഹറം 10-ന്റെ അന്ന് 40-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ മുഹറം 10-ന്റെ അന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിടുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകിയത് മുഹറം 10-നാണ്. വനജല്ലാഹു ഇബ്രാഹിമ മിനന്നാർ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. വഅഖ്റജ യൂനുസ മിൻ ബത്നിൽ ഹൂത്, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഭീമാകാരമായ മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. ദുൽഹിജ്ജ 1-ന് തന്നെയാണ് ബഹുമാനപ്പെട്ടവരെ തിമിംഗലം വിഴുങ്ങുന്നത്. 40 ദിവസം ആ വയറ്റിൽ കഴിഞ്ഞു. നമുക്കറിയാം, ഒരു തിമിംഗലം വയറ്റിന്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ പിന്നെ വിസർജ്യമായിട്ടല്ലാതെ പുറത്തേക്ക് വരാറില്ല പൊതുവെ.
40 ദിവസം മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം തിമിംഗലത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞു. എന്തുകൊണ്ട്? ഒരു പ്രയാസവും നേരിട്ടില്ല. ബഹുമാനപ്പെട്ടവർ, ഒരു കലിമത്ത്, ഒരു വാക്യം നിത്യമായി ഉരുവിട്ടിരുന്നു എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി. മാമിൻ മക്റൂബിൻ യഖൂലുഹാ ഇല്ലാ ഫറജല്ലാഹു അൻഹു. ഒരു പ്രയാസത്തിൽ അകപ്പെട്ട് കഴിയുന്ന ഒരാൾ ഈ പറയപ്പെടുന്ന കലിമത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇല്ലാ ഫറജല്ലാഹു അൻഹു, ആ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് എടുത്തു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കലിമത്തു അഖീ യൂനുസ് മിൻ ബത്നിൽ ഹൂത്ത്, തിമിംഗലത്തിന്റെ ഉദരത്തിൽ നിന്ന് എന്റെ സഹോദരൻ യൂനുസ് നബി അലൈഹിസ്സലാം ഒരു വിട്ട കലിമയാണ്, വാക്യമാണ്. ഏതാണ് ആ വാക്യം? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇരിക്കട്ടെ. അപ്പൊ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നത് മുഹറം 10. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പ്രധാനപ്പെട്ട ബഹുമതി നൽകിയത് ഖദ് ഗഫർതു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയെ, നബുവത്തിന് മുമ്പും ശേഷമുള്ള കാലങ്ങൾ അത്രയും നബിയെ അങ്ങേക്ക് നാം സംശുദ്ധമാക്കി തന്നിരിക്കുന്നു, പാപങ്ങളിൽ നിന്ന് ശുദ്ധി വരുത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞ് നബി തങ്ങൾക്ക് ബഹുമതി കൊടുത്തതും പരിശുദ്ധമായ മുഹറം 10. ഇങ്ങനെ ഒട്ടനവധി അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവേളകൾ നൽകിയത് മുഹറം 10. സഹോദരങ്ങളെ, അത്രമേൽ പ്രാധാന്യമുള്ള ഒരു സുദിനമാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ മുഹറം 10 നിമിഷങ്ങൾ അത്രമേൽ വിലപ്പെട്ടതാണ്. എല്ലാ അമ്പിയാക്കൾക്കും ആശുറന്റെ അന്ന് നോമ്പ് നിർബന്ധമായിരുന്നു. നമുക്കാകെ പരിചയമുള്ള അമ്പിയാക്കൾ എത്രയാണ്? ഖുർആനിൽ പറയപ്പെട്ട അമ്പിയാക്കൾ എത്രയാണ്? 25. 25 അമ്പിയാക്കൾ മാത്രമല്ല, ലോകത്ത് 1,24,000-ഓളം അമ്പിയ മുർസലുകൾ വന്നിട്ടുണ്ട്. അതിലാകെ നമുക്ക് പരിചയമുള്ള അമ്പിയാക്കളുടെ പേരുകൾ പറയപ്പെട്ടത് ഖുർആനിൽ 25 പേര് മാത്രമാണ്. ഈ 1,24,000-ഓളം വരുന്ന അമ്പിയാക്കൾക്കും ആശുറന്റെ അന്ന് നോമ്പ് നിർബന്ധമായിരുന്നു. അപ്പോൾ ഈ ആശുറന്റെ പ്രത്യേകത എത്രയാണ്, മഹത്വം എത്രയാണ്, അതിന്റെ കാരണം എന്താ? അത് നമുക്കറിയില്ല. അതൊരു രഹസ്യമാണ്, അള്ളാഹു മറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഏതായാലും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങളിൽ നിന്ന് ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അത്രമേൽ ഗൗരവത്തോടുകൂടെ ഈ പവിത്രമായ നിമിഷങ്ങൾ നമ്മൾ കഴിച്ചു കൂട്ടണം. പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്മകളിൽ നിന്ന്, അരാജകത്വങ്ങളിൽ നിന്ന്, വിടുവായുത്തങ്ങളിൽ നിന്ന്, ബടായികളിൽ നിന്ന്, അനർത്ഥമായ പ്രവർത്തനങ്ങൾ, വാക്കുകളിൽ നിന്ന് ഈ പവിത്രമായ സമയങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തണം. നന്മയുടെ ഭാഗത്ത് നമ്മൾ അടിയുറച്ചു നിൽക്കണം. പ്രത്യേകിച്ച് ഇന്ന് ജൂൺ 26. നമുക്കറിയാം, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. നമ്മുടെ കേരളം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ വാർത്തകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരി എന്ന ഒരു മനുഷ്യന്റെ അർത്ഥമുള്ള ജീവിതത്തെ അർത്ഥശൂന്യതയിലേക്ക് വലിച്ചിടപ്പെടുന്ന മാരകമായ ദുശക്തിയാണ് ലഹരി എന്ന് പറയുന്നത്. ശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ളും ചൂതാട്ടവും അതുപോലെ തന്നെ വിഗ്രഹങ്ങളും പ്രശ്നക്കോലുകളും എല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചികമായ മ്ലേച്ഛ വൃത്തികളാണ്, പിശാചിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി അവയൊക്കെ നിങ്ങൾ വെടിയണം, നിങ്ങൾ ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ്, ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ. കള്ളിലൂടെയും ചൂതാട്ടത്തിലൂടെയും പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുതയിലും വിദ്വേഷത്തിലുമായി കഴിയുക എന്നതാണ്. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ.
നിസ്കാരത്തെ തൊട്ടും അള്ളാഹു എന്ന ചിന്തയെ തൊട്ടും നിങ്ങളെ തടയാൻ പിശാച് ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഫഹൽ അൻതും മുൻതഹൂൻ, അതുകൊണ്ട് നിങ്ങൾ അത് നിർത്തുന്നുണ്ടോ എന്ന് അള്ളാഹു ഗൗരവത്തോടു കൂടെ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, കള്ളെന്ന് പറഞ്ഞാൽ കള്ള് മാത്രമല്ല, മത്ത് പിടിപ്പിക്കുന്ന, മനുഷ്യന്റെ സ്വബോധത്തെ നഷ്ടപ്പെടുത്തുന്ന ഖരമോ ദ്രാവകമോ വാതകമോ എന്തുമാവട്ടെ എല്ലാം ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഹറാം. ബുദ്ധിയെ മറച്ചു കളയുന്നത്, നിങ്ങളെ മത്തുപിടിപ്പിക്കുന്നത്, ഒരൽപ്പ സമയത്തേക്കെങ്കിലും സ്വബോധത്തെ നഷ്ടപ്പെടുത്തുന്നത്, കുല്ലു മുസ്കിരിൻ, എല്ലാ ഇൻടോക്സിക്കൻസ്, ലഹരി പദാർത്ഥങ്ങൾ മുഴുവനും ഹറാമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വമാ അസ്കറ കസീറുഹു, ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ സ്വബോധം നഷ്ടപ്പെടുന്ന വസ്തുക്കൾ, ഫഖലീലുഹു ഹറാം, അതൊരൽപ്പം ടേസ്റ്റ് ചെയ്യുന്നത് പോലും, അതൊരൽപ്പം ഉപയോഗിക്കുന്നത് പോലും ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത് അധികം ഉപയോഗിക്കേണ്ട, കുറച്ച് ഉപയോഗിച്ചാൽ തന്നെ സ്വബോധം നഷ്ടപ്പെടുന്ന അത്രമേൽ ശക്തമായ ലഹരി പദാർത്ഥങ്ങളാണ് ഇന്ന് നമ്മുടെ വിപണിയിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. എത്രമേൽ അപകടത്തിലേക്കാണ് നമ്മുടെ നാട് വീണുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ പലരും പറയും, സാധേ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ, നമ്മളത് കണ്ടിട്ടില്ല, നമ്മളത് കേട്ടിട്ട് പോലുമില്ല എന്ന്. ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരമല്ലേ കേരളത്തിൽ അറിയപ്പെടുന്ന പഴയ നഗരങ്ങളിൽ ഒന്നായ നമ്മുടെ നാട് എന്ന അഭിമാനത്തോട് നമ്മൾ പറയുന്ന ആലുവ സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ എത്ര ലഹരി കേസുകളാണ് ആലുവയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കഞ്ചാവിന്റെ ചെടികൾ ആലുവയിലും സമീപ പ്രദേശത്തും നട്ടു വളർത്തുന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എങ്ങനെ നമ്മുടെ മക്കൾ സുരക്ഷിതരാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും? ആലുവക്കടുത്തല്ലേ, കുറച്ചപ്പുറത്തല്ലേ പെരുമ്പാവൂർ എന്ന് പറയുന്ന നാട് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എത്ര കോടിയുടെ കഞ്ചാവാണ്? 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് പെരുമ്പാവൂരിൽ നിന്ന്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി മരുന്നിന്റെ കച്ചവടം നടക്കുന്നത് പെരുമ്പാവൂരിലാണെന്നാണ് വാർത്തകളിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. ഞാൻ ആ നാടിനെ കുറ്റപ്പെടുത്തുകയല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരെ ആളുകൾ ഈ പറയപ്പെട്ട സ്ഥലത്ത് വന്ന് സാധനം വാങ്ങി പോകുന്നു എന്ന് ഇവിടെ താമസിക്കുന്ന അസംകാരനായ ഒരു സ്വദേശി ന്യൂസ് ചാനൽ റിപ്പോർട്ടറോട് പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂരിൽ ചെന്നാൽ എന്തും കിട്ടുമെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. എല്ലാ വേണ്ടാത്തരങ്ങൾക്കും അവിടെ അവസരമുണ്ട് എന്നാണ്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ വകഭേദങ്ങൾ മിഠായികളായി, സ്റ്റിക്കറുകളായി, ടാറ്റൂകളായി ഒക്കെ വളരെ സുലഭമായി വിപണിയിൽ എത്തുന്ന രീതിയിലേക്ക് ലഹരി മാഫിയകൾ അതിനുള്ള പരിശ്രമത്തിലാണ്, അതിനുള്ള ലക്ഷ്യത്തോടുകൂടെ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചെറിയ കുട്ടികളാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. താനും നമ്മൾ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. മണിക്കൂറുകൾ എടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്ന കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും ഈ പറയപ്പെട്ട സ്ഥലത്ത് നിന്ന് ലഹരി മരുന്നിന്റെ ഉപയോഗത്തിന്റെ വ്യാപനം എത്തിയെങ്കിൽ 1 മണിക്കൂർ പോയിട്ട് അരമണിക്കൂർ പോലും യാത്രാ സമയം ആവശ്യമായി വരേണ്ടാത്ത നമ്മുടെ നാട്ടിലേക്ക് ഇതിന്റെ വ്യാപനം എത്താതിരിക്കാൻ എന്ത് തടസ്സമാണ് നമ്മൾ കൺമുന്നിൽ കാണുന്നത്? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ, നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും നമ്മുടെ മക്കൾ സേഫ് സോണിലാണ്, സുരക്ഷിതരാണ് എന്ന്? നമ്മൾ ഗൗരവത്തോടെ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ ഭയങ്കര പ്രയാസമാണ് എന്നാണ്. അത് ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സഹോദരൻ, ഈ മഹല്ലുകാരനല്ല എന്നുള്ളൂ, ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഒരാളാണ്, എന്നോട് രഹസ്യമായി പറഞ്ഞതാണ്. ഇതിൽ നിന്ന് തിരിച്ച് രക്ഷപ്പെടാൻ ഭയങ്കര പ്രയാസമാണ്. തിരിച്ചറിവിനെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ് ലഹരി മരുന്ന്. നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, എവിടെ നമുക്ക് തിരിച്ചറിവുകൾ നഷ്ടപ്പെടുന്നോ അവിടെ മുതൽ ദുരന്തങ്ങൾ ഉണ്ടായിത്തീരും എന്നതാണ്. എവിടെ നമുക്ക് തിരിച്ചറിവുകൾ നഷ്ടപ്പെടുന്നോ അവിടെ മുതൽ ദുരന്തങ്ങൾ ഉണ്ടായിത്തീരും. അറിവും തിരിച്ചറിവും രണ്ടും വ്യത്യാസമാണ്.
H2O 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയാൽ വെള്ളമാണ് എന്നത് അറിവാണ്. എന്നാൽ ദാഹിച്ചു വരുന്ന ഒരു മനുഷ്യന് അതല്ലെങ്കിൽ ഒരു ജീവിക്ക് വെള്ളം കൊടുക്കണം എന്ന ബോധം അത് തിരിച്ചറിവാണ്. എവിടെ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നോ അവിടെ മുതൽ ദുരന്തമുണ്ടായിത്തീരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ശാസ്ത്രീയമായി ഇതിനെ വിശദീകരിക്കുന്നത് നമ്മുടെ തലച്ചോറിനകത്ത് 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട് എന്നാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി. 100 ബില്യൺ ന്യൂറോൺസ് ആണ് നമ്മുടെ തലച്ചോറിലുള്ളത്. ഈ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന രാസവസ്തു ഈ ന്യൂറോൺസിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പ്രവഹിച്ച് ഒഴുകുമ്പോഴാണ് നമുക്ക് ചലിക്കാൻ കഴിയുന്നത് എന്നാണ്. ഈ ഡോപ്പമിനിൽ കുറവ് വരുമ്പോഴാണ്, അതിന്റെ അളവിൽ വ്യത്യാസം വരുമ്പോഴാണ്, കുറവ് വരുമ്പോഴാണ് നമുക്ക് ബാലൻസ് നഷ്ടപ്പെടുന്നത്, വിറയിലുണ്ടാകുന്നത്, കൈകാലുകൾക്ക് ശക്തി വരുന്നതൊക്കെ ഈ ഡോപ്പമിന്റെ വ്യത്യാസം മൂലമാണ് എന്നാണ്. ഞാൻ പറയട്ടെ, ഈ ഡോപ്പമിൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിന്റെയും റൈറ്റ് ഹെമിസ്ഫിയറിന്റെയും ഇടയിലുള്ള മിഡ് ബ്രെയിൻ, കൃത്യമായി പറയുകയാണെങ്കിൽ സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഡോപ്പമിൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് ഈ ന്യൂറോൺസിലൂടെ സഞ്ചരിച്ച് അവസാനം ന്യൂക്ലിയസ് അക്കംബൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് അത്രയും മനുഷ്യന് സന്തോഷം ഉണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി കഴിക്കുകയാണെങ്കിൽ, ഒരു ഷവർമ, ഒരു കുഴിമന്തി കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ന്യൂക്ലിയസ് അക്കംബൻസിലേക്ക് ഡോപ്പമിൻ എത്തുമ്പോഴാണ് എന്നാണ്. ഈ ഡോപ്പമിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ ഉൽപാദനം കൃത്രിമമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന പണിയാണ് ലഹരി മരുന്നുകൾ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ലഹരി കുത്തിവെക്കുമ്പോൾ അവന്റെ തലച്ചോറിൽ കൃത്രിമമായ രീതിയിൽ അമിതമായ അളവിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ അവനക്കൊരു സന്തോഷം വല്ലാതെ ഉണ്ടാകുന്നു, ഒരു ആനന്ദം കിട്ടുന്നു. പക്ഷേ രണ്ടാമത്തെ ദിവസം അവന്റെ ശരീരം ഈ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. വീണ്ടും അവൻ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു, ശ്വസിക്കുന്നു, കുത്തിവെക്കുന്നു, വീണ്ടും അവൻക്ക് ആനന്ദം ലഭിക്കുകയാണ്. ഇങ്ങനെ ക്രമേണ ഇതിന്റെ അഡിക്ഷനിലേക്ക് അവൻ വഴുതി വീഴുകയാണ്. പിന്നീട് ഈ ആനന്ദത്തിന് തടസ്സമാകുന്ന എന്തെങ്കിലും ഒരു വസ്തു, ഒരാൾ നിൽക്കുകയാണെങ്കിൽ വളരെ ക്ഷുഭിതനായി ഇവൻ പെരുമാറും, വളരെ ക്രൂവൽ മൈൻഡഡ് ആയിരിക്കും ഇത്തരം ആളുകൾക്ക് എന്നാണ്. പിന്നെ അവന്റെ ഉപ്പയെ അവൻക്ക് ഉപ്പയായി കാണാൻ കഴിയില്ല. ഉപ്പ തടയുകയാണെങ്കിൽ ഉപ്പയെ തല്ലി തകർത്ത് തലക്കടിച്ചു കൊല്ലും. ഉമ്മയെ 9 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചതാണ് എന്റെ ഉമ്മ എന്ന തിരിച്ചറിവ് അവനക്ക് ലഭിക്കില്ല. അവൻ കഴുത്തിനെരിച്ച് കൊന്നുകളയും. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ കേരളത്തിന്റെ കഴിഞ്ഞൊരു വർഷത്തെ വാർത്തകളിൽ അധിക വാർത്തകളും സാക്ഷിയാണ്. നിങ്ങൾക്കറിയാമല്ലോ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഈ ഉപയോഗിച്ച് അവന്റെ ഈ ഡോപ്പമിൻ സിസ്റ്റം തകരാറിലാവുകയാണ്. പിന്നെ അതിന് ബലഹീനത അനുഭവപ്പെടുകയാണ്. പിന്നെ തത്തുല്യമായ അളവിൽ സന്തോഷവും പ്ലഷർ കിട്ടണമെങ്കിൽ കൂടുതൽ മയക്കുമരുന്ന് കുത്തിവെക്കേണ്ടി വരികയാണ്. അതിന്റെ അളവ് കൂട്ടുകയാണ്. അവസാനം അവന്റെ ഇന്റേണൽ ഓർഗൻസ്, ആന്തരികമായ അവയവങ്ങൾ തകർന്നു പോവുകയാണ്. ക്രമേണ അവൻ മരണത്തിലേക്ക് കീഴടങ്ങുകയാണ്. ഇതാണ് ലഹരി മരുന്ന് ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന പ്രതിഫലം. മരണമാണ്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, കൊച്ചനുജന്മാരെ, പൊന്നുമക്കളെ, +2 +1 കാലമല്ല നമ്മുടെ ജീവിതം. ഡിഗ്രിയുടെ 3 വർഷമല്ല നമ്മുടെ ജീവിതം. PGയുടെ 2 വർഷമല്ല നമ്മുടെ ജീവിതം. നമുക്ക് നാളെ ഒരു ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ വിശ്വാസികളാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ. ആ ജീവിതം സന്തോഷമുള്ളതായി തീരാൻ തിരിച്ചറിവോടുകൂടെ ഈ ജീവിതത്തെ നമ്മൾ നയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തിരിച്ചറിവ്, ഞാൻ വീണ്ടും പറയുകയാണ്, എവിടെ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നോ അവിടെ മുതൽ ദുരന്തങ്ങൾ ഉണ്ടായിത്തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് വലിയ പ്രയത്നത്തിലാണ്. നാർക്കോ ഹണ്ട് അല്ലെ, ലഹരി വേട്ട എന്ന പേരിൽ കേരള പോലീസ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇത് രാഷ്ട്രീയമാക്കരുത്. ഒരാളും ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത്. ഇത് നമ്മുടെ നാടിന്റെ നന്മയുടെ ഭാവിക്കാണ്. ഇത് നമ്മുടെ സമൂഹത്തിന്റെ സന്തോഷത്തിന്റെ ഭാവിക്കാണ്. നമ്മുടെ മക്കളുടെ അന്തസ്സുള്ള ഭാവിക്കാണ് എന്ന് നമ്മുടെ മനസ്സാക്ഷിയെ നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ നാം ഏവരും ഭാഗവാക്കാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗത്തിന്റെയോ അത് കച്ചവടം ചെയ്യുന്നതിന്റെയോ വിഷയമായി ബന്ധപ്പെട്ട് ഒരല്പം അറിവെങ്കിലും നിങ്ങൾക്ക് എവിടെ നിന്നും ലഭിച്ചു കഴിഞ്ഞാൽ, ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കേണ്ടതുണ്ട്. കേരള പോലീസ് പോൾ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് രംഗത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതെ നിങ്ങൾക്ക് കൃത്യമായി കേസുകൾ ഇൻഫോം ചെയ്യാനുള്ള അവസരമാണ് പോലീസ് മുന്നിൽ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ കേസുകൾ കണ്ടു കഴിഞ്ഞാൽ, ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടാൽ
അത് കച്ചവടം ചെയ്യുന്ന കേന്ദ്രങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അറിയിക്കണം എന്നത് കേരള പോലീസ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇത് നമ്മുടെ ഈമാനിന്റെ ഭാഗം കൂടിയായി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു തിന്മ അത് എത്രമേൽ ശക്തമാകുന്നോ അത്രയും ഗൗരവത്തോടുകൂടി നമ്മൾ അതിനെ വർജിക്കേണ്ടതാണ്. ഒരു സമൂഹത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന, ഒരു തലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന മാരകമായ ലഹരി മരുന്നിന്റെ വ്യാപനം നടക്കുമ്പോൾ അത്രമേൽ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ഇതിനെതിരെ ശബ്ദിക്കണം എന്നത്, ഇതിനെതിരെ പോരാടണം എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗം കൂടിയാണ്. അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, നന്മയെ കൽപ്പിക്കുന്നവരും തിന്മയെ മനസ്സാ വാചാ കർമ്മണ എതിർക്കുന്നവരുമാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നല്ലേ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ രീതിയിൽ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വിഷയം എന്റെ പ്രിയപ്പെട്ട യുവാക്കളടക്കം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ മറക്കാതെ ഓർമ്മയിൽ ഉണ്ടാകണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറായ ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കട്ടെ. പരിപൂർണമായ റാഹത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മുഹറം 10 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. മൻ വസ്സഅ അലാ അഹ്ലിഹി യൗമ ആശുറ, ആശുറഇന്റെ അന്ന് കുടുംബത്തിന് വിശാലത കാണിച്ചാൽ, ഭക്ഷണത്തിലും മറ്റും നിങ്ങൾ വിശാലത കാണിച്ചാൽ, വസ്സഅല്ലാഹു അലൈഹി സായിറ സനതിഹി, ഈ വർഷം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉപജീവനത്തിൽ അല്ലാഹു വിശാലത കാണിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശുറഇന്റെ സുദിനമാണ് ഇന്ന്. നമ്മുടെ കുടുംബത്തിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അവർക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയങ്ങൾ നമ്മൾ ഇടപെട്ട് അത് നടത്തി കൊടുക്കുക. ഈ വർഷം മുഴുവൻ അള്ളാഹു നമുക്ക് ഐശ്വര്യം നൽകുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ അനുഭവം മഹാന്മാരായ സ്വഹാബത്ത് 40ഉം 50ഉം 60ഉം വർഷം വരെ ഞാനിത് പരീക്ഷിച്ചു നോക്കി, എന്റെ ജീവിതത്തിൽ മുഴുവൻ ഐശ്വര്യമായി അനുഭവപ്പെട്ടു എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അടക്കം സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളടക്കം ഒരുപാട് മഹത്തുക്കൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയവും കൂടി നമ്മൾ കണക്കിലെടുക്കുക. സുഭിക്ഷമായ ഭക്ഷണം ഇന്ന് നമ്മുടെ കുടുംബത്തിന് വാങ്ങിക്കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മേഖലകളിലും ഖൈർ ബർക്കത്തിനെ നൽകി അനുഗ്രഹിക്കട്ടെ. പരിപൂർണമായ സലാമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.